തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കേഡൽ ജെൻസൺ രാജയ്ക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം വിധിക്കും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ശിക്ഷ വിധിക്കുക. അല്പസമയത്തിനകം ശിക്ഷാവിധി പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദും വി അരുണും ചേരുകയാണ്. വിനോദ്, ഇന്ന് രാവിലെ ശിക്ഷാവിധിക്ക് മുൻപുള്ള വാദങ്ങൾ നടന്നിരുന്നു. അതിൽ വധശിക്ഷ വേണമെന്നായിരുന്നുവല്ലോ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്താണ് അതിന് ന്യായമായി പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നത് കോടതിയെ? എപ്പോഴേക്ക് വിധി വരും? മഞ്ജുഷ, അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇന്നും കോടതിയിൽ വാദമുന്നയിച്ചത്. കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതായത് തൂക്കുകയർ പ്രതിക്ക് നൽകണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ വാദിഭാഗം ഉന്നയിച്ച കാര്യങ്ങൾ, ഇത് ഒന്നാം സാക്ഷി, ഈ കേസിലെ ഏറ്റവും പ്രധാന സാക്ഷി പോലീസ് മെനഞ്ഞ കഥയ്ക്കനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന കാര്യമാണ്. മാത്രമല്ല, ഈ മാനസികാരോഗ്യ വിദഗ്ധർ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് വ്യാജമാണെന്ന കാര്യം കൂടി പ്രതിഭാഗം ഉന്നയിച്ചു. മാത്രമല്ല, പ്രതിക്ക് പരിവർത്തനത്തിനും മാനസികമായ മാറ്റത്തിനുള്ള അവസരം നൽകണം എന്ന ഒരു കാര്യം കൂടി പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം ഈ പ്രതി വളരെ തന്ത്രപരമായാണ് കാര്യങ്ങൾ ചെയ്തത്. തനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം പ്രതിയുടെ ഭാഗത്ത് നിന്ന് തുടക്കം മുതലുണ്ടായി. അതിൻ്റെ ഭാഗമായിരുന്നു ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന കഥ മെനഞ്ഞത്. അതായത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് കാണുന്നതിന് വേണ്ടി താൻ ഇങ്ങനെ ചെയ്തു, മന്ത്രവാദത്തിന് കീഴ്പ്പെട്ടുപോയി എന്ന തരത്തിലൊക്കെയുള്ള മൊഴികൾ നൽകിയത് തന്ത്രപരമായ നീക്കമെന്നാണ്. പഠനകാര്യത്തിൽ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഉപരിപഠനത്തിന് വിദേശത്ത് പോകാനുള്ള താല്പര്യമില്ലായിരുന്നു. ആ ഒരു കാര്യം പറഞ്ഞ് പിതാവ് മിക്കപ്പോഴും തന്നെ ശകാരിക്കുമായിരുന്നു. ഇതൊക്കെ തന്നെ കുടുംബത്തോട് പകയുണ്ടാക്കുന്നതിന് ഇടയാക്കി. ഈ ഒരു വൈരാഗ്യത്തിൽ 4 പേരെയും കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പിന്നീട് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് പെട്രോൾ വാങ്ങി ഇവരെ കൊലപ്പെടുത്തിയ ശേഷം വീണ്ടും ശരീരം കത്തിക്കാനുള്ള നീക്കം, പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ഒരു മൃതദേഹം, അമ്മൂമ്മയുടെ മൃതദേഹം മാറ്റാനുള്ള നീക്കം, ഈ മഴു ഓൺലൈൻ വഴി വാങ്ങിയത്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. വളരെ ആസൂത്രിതമായി പ്രതി ചെയ്തു എന്ന കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ ധരിപ്പിച്ചത്. ഏതായിരുന്നാലും വിശദമായ കാര്യങ്ങൾ കോടതി പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിധി പറയുന്ന നടപടികളിലേക്ക് കടക്കുകയുമാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ വിധി പ്രഖ്യാപനം 1:15 എന്നാണ് പറഞ്ഞത്. പക്ഷേ സമയം കടന്നു പോകുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അന്തിമ വിധി ഇന്ന് ഉണ്ടാകും. അതിനു മുൻപാണ് ഈ വിധി എന്ത് നൽകണം എന്നത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദം നടന്നത്. ഏതായിരുന്നാലും ഈ പ്രമാദമായ കേസ് നടക്കുന്നത് 2017 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മഴ കൊണ്ട് എല്ലാവരുടെയും തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യം കൊലപ്പെടുത്തുന്നത് അമ്മയാണ്. താഴത്തെ നിലയിലുണ്ടായിരുന്ന അമ്മയെ മുകളിലത്തെ നിലയിലേക്ക് വിളിച്ചു വരുത്തുകയും താൻ ചെയ്ത ഒരു പ്രോജക്റ്റ് സിസ്റ്റത്തിലുണ്ടെന്ന് പറഞ്ഞ് അതിലേക്ക് അവരുടെ ശ്രദ്ധ മാറ്റുകയും പിന്നാലെ നിന്ന് മഴ കൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു. തൊട്ട് പിന്നാലെ പിതാവിനെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം സഹോദരിയെ കൊലപ്പെടുത്തുന്നു. തൊട്ടടുത്ത ദിവസമാണ് ഈ ബന്ധുവായ സ്ത്രീയെ, അമ്മൂമ്മയെ കൊലപ്പെടുത്തുന്നത്. അവർക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. ഇന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതും അതുതന്നെയാണ്. പാലൂട്ടിയ കൈക്കാണ് ഈ പ്രതി കടിച്ചത്. കാരണം തന്നിൽ കുടുംബാംഗങ്ങൾ അർപ്പിച്ചിരുന്ന വിശ്വാസം, ആ വിശ്വാസത്തെ മുതലെടുക്കുകയായിരുന്നു. 4-5 പേരെ കൊലപ്പെടുത്തിയ സംഭവം നേരത്തെയും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദയയും പ്രതി അർഹിക്കുന്നില്ല. ഈ ഒരു വാദമാണ് പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ വെച്ചത്. മഞ്ജുഷ. ശരി വിനോദ്, അല്പസമയത്തിനകം വിധി വരാൻ പോവുകയാണ്. ഈ കേസിൽ മെഡിക്കൽ റിപ്പോർട്ടും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആദ്യം പ്രതിക്ക് മാനസിക വൈകല്യം ഉണ്ട് എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. പ്രതിയുടെ മൊഴിയും ആ രീതിയിലുള്ളതായിരുന്നു. ആസ്ട്രൽ പ്രൊജക്ഷനാണ് താൻ നടത്തിയത്, ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുകയാണ് ചെയ്തത് തുടങ്ങിയ വാദങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് പ്രതിക്ക് മാതാപിതാക്കളോടുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഏറെ വൈകിയാണ് ഈ കേസിൽ വിചാരണ തുടങ്ങിയത്. 2017 ഏപ്രിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്. എങ്കിലും വിചാരണ തുടങ്ങിയത് കഴിഞ്ഞ നവംബറിലാണ്. പ്രതിക്ക് മാനസിക വൈകല്യം ഇല്ല എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് പിന്നീട് വന്നതിനെ തുടർന്നാണ് കേസിൽ വിചാരണ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഇത് കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ കൂടി ചേരുകയാണ്. അരുൺ, ഇക്കാര്യത്തിൽ പോലീസിന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്ന ഒരു കേസ് കൂടിയാണല്ലോ. വിചാരണ വൈകുകയും ചെയ്തു. ഇതിൽ ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ എത്രമാത്രം നിർണായകമായിട്ടുണ്ട്? മഞ്ജുഷ, കേഡൽ ജെൻസൺ രാജ എന്ന കൊടും ക്രിമിനൽ മനോരോഗിയാണ്. മനോരോഗത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ രോഗാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തെന്ന് സ്ഥാപിക്കാൻ വലിയ ശ്രമം കോടതിയിൽ നടന്നിരുന്നു. കോടതിയിൽ മാത്രമല്ല, മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനും അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾക്കുമൊക്കെ വലിയൊരു പിന്തുണ കേഡൽ ജെൻസൺ രാജ, നമുക്കറിയാം, അച്ഛനെയും അമ്മയും സഹോദരിയും അടുത്ത ബന്ധുവിനെയും ഈ രീതിയിൽ കൊലപ്പെടുത്തിയാണ്. സ്വാഭാവികമായി അങ്ങനെ ഒരാൾക്ക് ആ കുടുംബത്തിൽ നിന്ന് പിന്തുണ കിട്ടേണ്ടതില്ല. പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് തന്നെ വലിയ പിന്തുണ കേഡൽ ജെൻസൺ രാജ ഈ മനോരോഗിയാണെന്ന് വരുത്തി തീർക്കാൻ
ഉണ്ടായതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് ഈ വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ അത്തരമൊരു വാദം മുന്നോട്ട് വച്ചത് വളരെ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. കേതൽ ജിൻസൺ രാജ എന്ന യുവാവിനെ പേരിൽ വലിയ സ്വത്താണ്, ഭീമമായ സ്വത്താണ് ഉള്ളത്, ഭൂസ്വത്താണുള്ളത്. അത് നമുക്കറിയാം. ഈ ബെയിൻസ് കോമ്പൗണ്ട് എന്ന ക്ലിഫ് ഹൗസിന് പുറകുവശം, അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും താമസിക്കുന്ന മന്ത്രിമന്ദിരങ്ങൾക്ക് തൊട്ട് പിന്നിലുള്ള ആ പ്രദേശം VVIP ഏരിയയാണ്. ഓരോ പിടി മണ്ണിനും വേണമെങ്കിൽ ആ രീതിയിൽ പറയാവുന്ന അത്രയധികം വില വരുന്ന, ലക്ഷങ്ങൾ വില വരുന്ന ഭൂമിയാണ്. ആ ഭൂമി മാത്രമല്ല, മാർത്താണ്ഡത്ത് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശമായ മറ്റു ചിലയിടങ്ങളിലൊക്കെ ഏക്കർ കണക്കിന് ഭൂമി ഈ കുടുംബത്തിനുണ്ട്, കേതൽ ജിൻസൺ രാജയുടെ കുടുംബത്തിനുണ്ട്. ആ ഭൂമി ലക്ഷ്യമിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ഇയാൾക്ക് വേണ്ടി കോടതിയിൽ നടന്നിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് രൂപീകരണവും മറ്റും അതിൻ്റെ ഭാഗമായിരുന്നു. ഇയാൾ മനോരോഗിയാണ്. മനോരോഗത്തിൻ്റെ ഭാഗമായി നടത്തിയ ക്രൂരകൃത്യമാണ്. അതിനപ്പുറത്തേക്ക് മനസ്സ് അറിവ് കൊണ്ട് ചെയ്ത കാര്യമോ ഗൂഢാലോചനയുടെ ഭാഗമെന്ന കാര്യമല്ലോ എന്ന് സ്ഥാപിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഒരു ഘട്ടത്തിലുണ്ടായി. അതാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ കേസിനെ വീണ്ടും സജീവമാക്കിയത്. കേസ് പരമാവധി വൈകിപ്പിക്കാനുള്ള ശ്രമം നടന്നു. വൈകിപ്പിക്കുമ്പോഴും ഇയാൾക്ക് ശിക്ഷ കിട്ടാതെ പോകണം, കിട്ടിയാൽ തന്നെ കുറഞ്ഞ ശിക്ഷ മാത്രമേ ലഭിക്കാവൂ, ഇയാൾ പുറത്തു വരണം, എങ്കിൽ മാത്രമേ ഈ ഭൂസ്വത്ത് ആർക്കൊക്കെയോ കൈലാക്കാൻ പറ്റുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ ഇപ്പോഴും സിവിൽ കേസുകളും ആ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കേതൽ ജിൻസൺ രാജയ്ക്ക് സാധാരണ ഇത്തരം കൊടും കുറ്റങ്ങൾ ചെയ്യുന്ന ആർക്കും ആ കുടുംബത്തിൽ നിന്നൊരു പിന്തുണയും കിട്ടില്ല. പക്ഷേ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആ കുടുംബത്തിലെ ആളുകൾ തന്നെ കേതൽ ജിൻസൺ രാജയെ വലിയ രീതിയിൽ നിരപരാധിയെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടത്തിയിരുന്നു. അത് ഈ ഭീമമായ ഭൂസ്വത്ത്, കോടിക്കണക്കിന് രൂപയുടെ ഭൂസ്വത്ത് കൈക്കലാക്കാൻ ശ്രമങ്ങളുടെ ഭാഗമാണ്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാർ പോലും അതിന് പിന്നിലുണ്ടെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നു. നമ്മൾ ആ രീതിയിൽ ചില വാർത്തകൾ ഈ പ്രോസിക്യൂഷൻ ഉദ്ധരിച്ചിരുന്ന ഘട്ടം നൽകുകയും ചെയ്തതാണ്. അത്തരം കാര്യം കൂടി ഇതിലുണ്ട്. അതിക്രൂരമായ കൊലപാതകമാണ്. ഒരു മനുഷ്യരും ചിന്തിക്കാൻ പറ്റാത്ത കൊലപാതകമാണ്. വിശ്വാസം പൂർണ്ണമായും വിശ്വാസികളുടെ ഒരു കുടുംബം, അവർ ദൈവവിശ്വാസത്തെ വലിയ രീതിയിൽ മുറുകെ പിടിച്ചു പോയ ഒരു കുടുംബം. ആ കുടുംബത്തിലാണ് ഇത്തരത്തിൽ ദുരാചാരത്തിൻ്റെയോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിലെ ഒരു പ്രധാനി തന്നെ, ഒരു കുടുംബത്തിലെ യുവ തലമുറയിലെ ഒരു ആൾ തന്നെ ഇത്തരം ഒരു കൊടും ക്രൂരത ചെയ്തത്. അയാൾക്കുള്ള ശിക്ഷയാണ് അല്പസമയത്തിനകം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കടുത്ത ശിക്ഷ തന്നെ വേണം, ക്യാപിറ്റൽ പണിഷ്മെന്റ്, പരമാവധി ശിക്ഷ നൽകണമെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കേതൽ ജിൻസൺ രാജ ഏതെങ്കിലും മനോരോഗത്തിൻ്റെയോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുടെയോ പേരിൽ ചെയ്തൊരു കൊലപാതകമല്ല. കുടുംബത്തിൽ നിന്ന് പണം ചോദിക്കുമ്പോൾ നൽകാത്തതിനുള്ള വൈരാഗ്യമാണ്. 1 ലക്ഷം രൂപ ആഴ്ചകൾക്ക് മുമ്പും നൽകിയിരുന്നു. അതും മതിയാകാതെ ഇയാൾ വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ്. ഓരോരുത്തരെ താൻ ചെയ്ത പ്രോജക്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് മുകൾ നിലയിലേക്ക് കൊണ്ടുവന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അതിന് വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ആയുധം വാങ്ങുന്നതിനും കൊലപാതക രീതിയുമൊക്കെ അയാൾ കൃത്യമായി തന്നെ പഠിച്ചിരുന്നു. അതിനുശേഷം ഈ ഒരു മനോരോഗിയുടെ ഒരു പരിരക്ഷ കിട്ടുമോ എന്ന് ശ്രമിച്ചിരുന്നു. ഈ സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും കൊലപ്പെടുത്തിയ ശേഷവും വളരെ സാധാരണമായി പുറത്തുപോയി കടയിൽ പോയി ഭക്ഷണം വാങ്ങി വന്ന് വീട്ടിലിരുന്ന് കഴിച്ചയാളാണ്. രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിച്ചയാളാണ്. അവിടെ നിന്ന് തെളിവ് നശിപ്പിക്കാൻ വീടിന് തീയിട്ടയാളാണ്, അല്ലെങ്കിൽ തീ പടർത്താൻ ശ്രമിച്ചയാളാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ചെന്നൈയിലേക്ക് ഒളിവിൽ പോയ ആളാണ്. അങ്ങനെ ഒരു അതിക്രൂരനായ ഒരു കൊലപാതകി. അയാൾ കൊല നടത്തുന്നു, വളരെ ആസൂത്രിതമായി കൊല നടത്തുന്നു. അതിനുശേഷം ആ കൊലപാതകത്തിൽ കുറ്റത്തിൽ രക്ഷപ്പെടാൻ മനോരോഗി എന്ന മുഖംമൂടി അണിയാൻ ശ്രമിക്കുന്നു. വീട് തന്നെ കത്തിച്ചില്ലാതാക്കാൻ, അയാൾ കൂടി മരിച്ചു എന്ന് ഒരു പ്രതീതി വരുത്താൻ പോലുമുള്ള ശ്രമമുണ്ടായി. പക്ഷേ അയാൾ പ്രതീക്ഷന് അപ്പുറത്തേക്ക് വീട് കത്തിപ്പോയതാണ് നാട്ടുകാർ വിവരം അറിയാനിടയാക്കിയത്. അത്തരത്തിൽ വളരെ ക്രൂരമായ ഗൂഢാലോചന ഭാഗമായി കൂടിയാണ് ഈ കൊലപാതകം നടന്നത്. ആ പ്രതിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ നൽകണമെന്ന വാദമാണ്